ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വക്കീല് പ്രഭാവതിയോട് പറയും, വിവാഹ വാഗ്ദാനം നൽകി ഞങ്ങളെ നാണം കെടുത്തിയതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ ഞാൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. നിങ്ങളെ എല്ലാവരെയും ഞാൻ ജയിലിൽ കയറ്റും. അപ്പോൾ പ്രഭാവതി പറയും, വക്കീൽ എടിപിടിയെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കരുത്. ജാസ്മിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകരുത്. അപ്പോൾ വക്കീൽ പറയും, ഞാൻ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ചതിച്ചതിൻ്റെ ശിക്ഷ നിങ്ങൾ രണ്ടുപേരും വിശാലും അനുഭവിച്ചേ മതിയാവൂ. ഇത് എൻ്റെ ശക്തമായ തീരുമാനമാണ്. ആ തീരുമാനത്തിന് മാറ്റമില്ല. ഇത് കേട്ടുകൊണ്ട് വരുന്ന വിശാൽ പറയും, അങ്കിൾ, ജാസ്മിൻ്റെ വിവാഹം നടത്തി കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് എൻ്റെ വാക്ക്. അപ്പോൾ വക്കീൽ ചോദിക്കും, എന്നിട്ടിപ്പോൾ എന്തായി? ആ വാക്ക് നീ പാലിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ വിശാൽ പറയും, ജാസ്മിൻ്റെ വിവാഹം നല്ലൊരു ആൺകുട്ടിയായിട്ട് തന്നെ നടത്താം. ഇനി ആ വാക്ക് വൈകിപ്പിക്കില്ല. അപ്പോൾ വക്കീൽ പറയും, അങ്ങനെ ഒഴിക്കാൻ മട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നത് കൃത്യമായിരിക്കണം. എന്തായാലും വിശാൽ വിവാഹം കഴിച്ച സ്ഥിതിക്ക് ഇനി ഇയാൾ എൻ്റെ മോളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പയ്യൻ ആരായാലും സാരമില്ല, ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ഒരാളായിരിക്കണം. അങ്ങനെയെങ്കിൽ എന്ന് വിവാഹം നടത്താം? കൃത്യമായിട്ട് ഒരു സമയം പറയണം. അപ്പോൾ വിശാലും പാർവതിയും കൂടെ പറയും, ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഈ വിവാഹം നടത്താം. അപ്പോൾ വക്കീൽ പറയും, ഇനി ഇതിന് മാറ്റം ഉണ്ടായാൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരെയും അഴി എണ്ണിക്കും ഞാൻ. അതൊന്നും വേണ്ടി വരില്ല. ഒരാഴ്ചക്കുള്ളിൽ ജാസ്മിൻ സുമംഗലിയായിരിക്കും എന്നപ്പം വിശാല പറയും കേട്ടോ. അപ്പോൾ വക്കീൽ പറയും, എല്ലാം പെട്ടെന്നാവണം, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജാസ്മിനോട് യാത്രയും പറഞ്ഞിട്ട് വക്കീൽ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ പ്രതാപം പോയിട്ട് പ്രഭാവതിയോട് ചോദിക്കും, എന്താ ചേച്ചി, ജാസ്മിൻ്റെ അച്ഛൻ പെട്ടെന്ന് കയറി വരാൻ കാരണം? ഇങ്ങനെ ഒരു വരവ് മുൻപൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ജാസ്മിൻ ഇത്ര നാൾ ഇവിടെ നിന്നിട്ടും ഇങ്ങനൊരു ചിന്തയോ നാണക്കേടോ അയാൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സത്യം പറ ചേച്ചി, ജാസ്മിന്റെ വിവാഹം നടത്തി അവളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ ചേച്ചി ഒരുക്കിയ പ്ലാൻ അല്ലേ ഇത്? അപ്പോൾ പ്രഭാവതി പറയും, ഇത് ഞാൻ ഒരുക്കിയ പ്ലാനൊന്നുമല്ല. ഇന്നലെ വക്കീൽ എന്നെ വിളിച്ചിരുന്നു. അയാളെ ഏതോ ഒരു അജ്ഞാതയായ ഒരു പെണ്ണും വിളിച്ച് ജാസ്മിനെ കുറിച്ച് എന്തൊക്കെയോ അപവാദങ്ങൾ പറഞ്ഞു അത്രേ. അത് കേട്ടപ്പോൾ അയാൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആയി. നമ്മൾ അവളെ ഇവിടെ പിടിച്ചു നിർത്തി അപമാനിക്കുകയാണ് എന്നും അവളുടെ വിവാഹം നമ്മൾ പറഞ്ഞതുപോലെ നടക്കാത്ത സ്ഥിതിക്ക് അയാൾ ഇന്ന് വന്ന് ജാസ്മിനെ വിളിച്ചുകൊണ്ട് പോകുമെന്നും എന്നോട് അയാൾ പറഞ്ഞു. അപ്പോൾ പ്രതാപൻ ചോദിക്കും, ചേച്ചി അതിന് എന്താ പറഞ്ഞത്? അപ്പോൾ പ്രഭാവതി പറയും, ആളുകൾ പറയുന്നത് കേട്ടിട്ട് വക്കീൽ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അയാളെ സമാധാനപ്പെടുത്തി. എന്നിട്ട് ഇന്ന് ഇവിടെ വന്നിട്ട് ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കണമെന്നും പറഞ്ഞു. അതനുസരിച്ചാണ് അയാൾ വന്നത്. അപ്പോൾ പ്രതാപൻ പറയും, എന്തായാലും ചേച്ചിയുടെ ബുദ്ധി വിമാനം തന്നെ. അപ്പോൾ പ്രഭാവതി പറയും, വിമാനമല്ലടാ, റോക്കറ്റാണ് എൻ്റെ ബുദ്ധി. അപ്പോഴാണ് ജാസ്മിൻ ഇടയ്ക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് ജാസ്മിൻ പ്രഭാവതിയോട് ചോദിക്കും, ഏതെങ്കിലും ഒരു കൊഞ്ഞാലിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണോ ആൻറ്റി ഞാൻ ഇത്രയും നാൾ കാത്തു നിന്നത്? അല്ല, അതിനല്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അപ്പോൾ ജാസ്മിൻ ചോദിക്കും, പിന്നെ എന്താ നിങ്ങൾ എനിക്ക് തന്ന വാക്ക് മാറ്റി പറഞ്ഞത്? ഏതോ ഒരുത്തിനുമായിട്ട് എൻ്റെ വിവാഹം നടത്താൻ നോക്കുന്നത്? ഇപ്പോൾ പ്രഭാവതി പറയും, നിനക്ക് എൻ്റെ പ്ലാൻ അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. നിനക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. അപ്പോൾ ജാസ്മിൻ ചോദിക്കും, എങ്ങനെ? ഇനിയും എനിക്ക് വെറുതെ പ്രതീക്ഷകൾ തരികയാണോ? വിശാലും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് ഞാൻ ഇനിയും സ്വപ്നം കണ്ട് നടക്കണോ? അപ്പോൾ പ്രഭാവതി പറയും, നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് ജാസ്മിൻ. എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നിന്റെ കല്യാണം വേറൊരാളുമായിട്ട് ഫിക്സ് ചെയ്യും. ഒരു നാടകം മാത്രം. പക്ഷേ ഒടുവിൽ വിവാഹവേദിയിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് വിശാലായിരിക്കും. അതിനൊരു പ്ലാൻ ഒരുക്കിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ പ്ലാൻ വർക്കൗട്ട് ആകും. എങ്ങനെ ആ പ്ലാൻ വർക്കൗട്ട് ആകാനാണ് ആൻറ്റി? അതൊക്കെ നീ വഴി അറിഞ്ഞാൽ മതി. പിന്നെ കാണിക്കുന്നത് രാത്രി വിശാലും പാർവതിയും കൂടെ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ രണ്ടുപേരും കൂടെ കയ്യും പിടിച്ച് നടക്കുകയാണ്. എന്നിട്ട് വിശാൽ ചോദിക്കും, ഈ കടൽ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്ന് നിനക്കറിയോ? നമുക്കിടയിലെ സ്നേഹം, അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അത് ഈ കടൽ പോലെ ആഴമേറിയതാണ്. അപ്പോൾ പാർവതി ചോദിക്കും, സാർ അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ സ്നേഹം അളക്കണമെങ്കിലേ പാർവതി ഈ കടലിലെ തിരമാലകൾ എണ്ണി തീർക്കണം. അതിന് പാർവതിക്ക് സാധിക്കുമോ? അപ്പോൾ പാർവതി പറയും, അതെങ്ങനെ സാധിക്കാനാണ് വിശാൽ സാറേ? അപ്പോൾ വിശാൽ പറയും, അപ്പോൾ പാർവതിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയില്ലേ? എന്നിട്ട് വിശാലിൻ്റെ സ്നേഹം എത്രത്തോളം പാർവതിയുടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പാർവതി ചോദിക്കും, ഇതൊക്കെ പറയാനാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? അല്ല, പിന്നെ എന്തിനാ വന്നത്? അത് പറയാൻ ഇനിയും സമയമായിട്ടില്ല പാർവതി. കുറച്ച് സമയം കൂടെ അതിന് എൻ്റെ പൊന്നു പാർവതി വെയിറ്റ് ചെയ്യണം. എന്നാലും അതെന്താ സാറേ? അത് താനൊന്ന് ഊഹിച്ച് നോക്ക്. അപ്പോൾ പാർവതി പറയും, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒന്നും തെളിയുന്നില്ല. അപ്പോഴേക്കും വിശാലിൻ്റെ ഒരു ഫോൺ വരികയാണ് കേട്ടോ.
അതിനുശേഷം വിശാൽ പാർവതിയോട് പറയും, റൂം റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മുടങ്ങിപ്പോയ ആദ്യ രാത്രി നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് വിശാലെ പാർവതിയെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം പല്ലവി പോയിട്ട് വിപിനോട് പറയും, എനിക്ക് വിപിൻ സാറിനോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ ഇത്ര സീരിയസ് ആയ കാര്യം? അപ്പോൾ പല്ലവി പറയും, നമ്മുടെ വിവാഹ കാര്യം. ഇത് കേൾക്കുമ്പോൾ വിപിന് ദേഷ്യം വരാണ് കേട്ടോ. അപ്പോൾ വിപിൻ ചോദിക്കും, തുടങ്ങിയോ നീ വീണ്ടും? അപ്പോൾ പല്ലവി പറയും, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് സാർ പോയാൽ മതി, നമ്മുടെ വിവാഹം എപ്പോൾ നടത്താം? ഇത് കേൾക്കുമ്പോൾ വിപിൻ ചോദിക്കും, നീ ഇത് എന്ത് കണ്ടിട്ടാണ് എൻ്റെ പുറകെ നടക്കുന്നത്? അപ്പോൾ പല്ലവി പറയും, എനിക്ക് സാറിനെ ഇഷ്ടമായതുകൊണ്ട്, സാറിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, നമുക്ക് വിവാഹം കഴിക്കാം വിപിൻ സാറേ. അപ്പോൾ വിപിൻ പറയും, നമ്മുടെ വിവാഹം നടന്നത് തന്നെ. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ വിവാഹം നടത്തുന്നതിന് എന്താ ഇത്ര തടസ്സം? ഒരു തടസ്സവുമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അത്ര തന്നെ. അപ്പോൾ സാറിനെ വിവാഹം കഴിക്കില്ല അല്ലേ? ഇല്ല. സാറിനെന്നെ ഇഷ്ടമല്ല അല്ലേ? അല്ല. ശരി, വേണ്ട, സാർ എന്നെ വിവാഹം കഴിക്കണ്ട. പക്ഷേ സാറിനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല. അപ്പോൾ വിപിൻ ചോദിക്കും, നീ എന്ത് ചെയ്യും? ചാവോ? അപ്പോൾ പല്ലവി പറയും, ഞാൻ ചാവും, ഈ ടെറസിൽ നിന്ന് താഴേക്ക് ചാടി ഞാൻ ചാവും. എന്നാൽ അതൊന്ന് കാണണമല്ലോ. ശരി, കാണിച്ചു തരാം, ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ടെറസിൽ നിന്ന് താഴേക്ക് ചാടും. അപ്പോൾ വിപിൻ പറയും, നിന്റെ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് എടുക്കരുത്, നിനക്ക് ആള് മാറിപ്പോയി. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള പണി ഞാൻ നോക്കും. അത്ര പെട്ടെന്നൊന്നും പല്ലവി പോവില്ല സാറേ. ഈ വീടിന്റെ മരുമകളാവാൻ വേണ്ടിയാണ് പല്ലവി ഇങ്ങോട്ട് വന്നത്. സാറിനെ വിവാഹം കഴിച്ച് ഞാൻ ഈ വീട്ടിലെ മരുമകളാവും. അപ്പോൾ വിപിൻ പറയും, നടന്നു തന്നെ എന്ന് പറഞ്ഞിട്ട് വിപിൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ പാർവതി മനക്കണ്ണിലൊരു കാഴ്ച കാണാണ് കേട്ടോ. കാഴ്ച എന്താണെന്ന് വെച്ചാൽ വിശാൽ ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നതാണ്. ഇത് കണ്ട പാർവതി ആകെ ഒന്ന് ഞെട്ടാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. വിശാൽ സാർ ജാസ്മിന് വിവാഹം കഴിക്കാൻ പാടില്ല. ഉദയന്റെ അമ്മ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അരുതാത്തതൊന്നും സംഭവിക്കല്ലേ എൻ്റെ അമ്മേ. വിശാൽ സാറിനെ എനിക്ക് നഷ്ടപ്പെടുത്തരുതേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സവും വരുത്തരുതേ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.